ഹലോ, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് മാംഗോ പുഡിംഗ് ആണ്. മാംഗോ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്, അടിപൊളി രുചിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക റെസിപ്പി കണ്ടിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് 4 മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അത് അരച്ചെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. പിന്നെ അതിനകത്തേക്ക് വേണ്ടത് 3/4 കപ്പോളം പഞ്ചസാര വേണം. പിന്നെ വേണ്ടത് ടൈഗറിൻ്റെ മാംഗോ എസൻസ് ആണ്. അത് ഒന്നോ രണ്ടോ ഡ്രോപ്സ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ മാംഗോ എസൻസ് ചേർക്കുന്നത് നമുക്ക് നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മാംഗോയുടെ. അതും കൂടി ചേർത്ത് അടിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത്, ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് 1/2 കപ്പാണ് കോൺഫ്ലവർ ഇട്ടിട്ട് നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടി മിക്സ് ചെയ്തിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പാലാണ് എടുത്തിരുന്നത്. പക്ഷെ അത്രയും ആവശ്യം വന്നില്ല. ഒരു 3/4 കപ്പോളം പാലൊഴിച്ചാൽ മതി. കോൺഫ്ലവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കെടുക്കണം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാലാണ് വേണ്ടത്. അത് ഒഴിച്ച് പിന്നെ നമുക്ക് വേണ്ടത് അതിനകത്തേക്ക് ആവശ്യമുള്ള പഞ്ചസാരയാണ്. അത് 1 കപ്പോളം പഞ്ചസാര ഇട്ടിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തിളച്ച് വരണമെന്നില്ല, ഒന്ന് ചൂടായാൽ മതി. അത് ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് തയ്യാറാക്കി വെച്ചിരുന്ന കോൺഫ്ലവർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അത് കാരണം തീ നല്ലോണം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം എന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു 2-3 ഡ്രോപ്സ് മാംഗോ എസൻസ് അതിനകത്തേക്കും കൂടി ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരിയും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മാംഗോ പ്യൂരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലായിടത്തും കോൺഫ്ലവറും ആ പാലും കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ദാ ഇത്രയും മതി നമുക്ക്. അതിൻ്റെ പാകം ശരിയായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് സെറ്റ് ചെയ്യണമെങ്കിൽ പുഡിംഗ് ട്രേ വേണം. അതിന് വേണ്ടിയിട്ട് പുഡിംഗ് ട്രേയിലേക്ക് ഞാനൊരു 4 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സൈഡിലേക്ക് ഒരു ബ്രെഡ് കട്ട് ചെയ്തിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്.
നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ച മാംഗോയുടെ പ്യൂരിയിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് 1 കപ്പ് പാലെടുത്തിട്ട് തിളപ്പിക്കാത്ത പാലാണ്. ആ പാലിലേക്ക് മിൽക്ക് മെയ്ഡ് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എസൻസും കൂടി മാംഗോയുടെ എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചേർക്കുന്ന എന്തിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നല്ല ടേസ്റ്റ് കിട്ടാനും അതിൻ്റെ മാംഗോയുടെ ഫ്ലേവർ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ട് കൊടുത്തത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്ത പുഡിംഗ് പാനിലേക്ക് അതങ്ങോട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ച് ബ്രെഡ് സോക്ക് ചെയ്യണവരെ മുങ്ങിക്കിടക്കാനെന്നുള്ള രീതിയിൽ നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ബ്രെഡിൻ്റെ സോക്ക് ചെയ്തതിലേക്ക് മാംഗോ പ്യൂരി കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് നമുക്ക് പൊടിച്ചത് അതും കൂടി ഒന്ന് വിതറിയിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തതുണ്ട്, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നാലാണ് നമ്മൾ ആ പുഡിങ് കഴിക്കുമ്പോൾ ചെറുതായിട്ട് ഈ മാങ്ങയും ആ നട്ട്സും ഒക്കെ ഒന്ന് ചെറുതായിട്ട് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി മാങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ നമ്മൾ സെറ്റ് ഒന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചെടുത്തതിന് ശേഷം നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാനത് ഇതിനകത്തേക്ക് ചുറ്റിച്ച് കൊടുക്കുന്നത്, വെറുതെ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നട്ട്സാണ്. അതും കൂടി ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈദ് സ്പെഷ്യലായിട്ടുള്ള മാംഗോ പുഡിങ്ങാണ്. എല്ലാവരും എനിക്ക് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എന്നെ അറിയിക്കണം. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.